അണുബോംബ് എന്നത് കേവലം ഒരു സ്ഫോടക വസ്തുവല്ല, മറിച്ച് പ്രകൃതിയിലെ അതിസൂക്ഷ്മമായ കണികയായ ആറ്റത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീമാകാരമായ ഊർജത്തെ ഒരേ സമയം പുറത്തുവിടുന്ന വിനാശകാരിയായ ഒരു പ്രതിഭാസമാണ്. സാധാരണ ബോംബുകൾ രാസപ്രവർത്തനം വഴി പൊട്ടുമ്പോൾ അണുബോംബ് പ്രവർത്തിക്കുന്നത് ആറ്റത്തിന്റെ കേന്ദ്രം അഥവാ ന്യൂക്ലിയസ് പിളരുന്നതിലൂടെയാണ്. ഇതിനെയാണ് ശാസ്ത്രലോകം ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം പോലുള്ള മൂലകങ്ങളുടെ ആറ്റങ്ങളിലേക്ക് ന്യൂട്രോണുകളെ ഇടിപ്പിക്കുമ്പോൾ ആ ആറ്റം പിളരുകയും അതോടൊപ്പം അവിശ്വസനീയമായ അളവിൽ ചൂടും വെളിച്ചവും പുറത്തുവരികയും ചെയ്യുന്നു. ഈ പ്രക്രിയ ഒരു ചങ്ങല പോലെ സെക്കൻഡിന്റെ കോടിക്കണക്കിൽ ഒരു ഭാഗം സമയം കൊണ്ട് ദശലക്ഷക്കണക്കിന് ആറ്റങ്ങളിൽ ആവർത്തിക്കപ്പെടുമ്പോഴാണ് നാം കാണുന്ന ഭീകരമായ സ്ഫോടനമുണ്ടാകുന്നത്. ഒരു അണുബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ വിവരണാതീതമാണ്. സ്ഫോടനത്തിന്റെ ആദ്യ നിമിഷത്തിൽ തന്നെ സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് ചൂടുള്ള ഒരു അഗ്നിഗോളം രൂപപ്പെടുകയും അത് കിലോമീറ്ററുകളോളം ദൂരത്തിലുള്ള സകലതിനെയും നിമിഷനേരം കൊണ്ട് ബാഷ്പീകരിച്ച് കളയുകയും ചെയ്യും. ഇതിന് പിന്നാലെ വരുന്നത് കെട്ടിടങ്ങളെയും വൻമരങ്ങളെയും കടപുഴക്കിയെറിയാൻ ശേഷിയുള്ള അതിശക്തമായ വായുതരംഗങ്ങളാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭയാനകമായത് സ്ഫോടനത്തിന് ശേഷം അന്തരീക്ഷത്തിൽ പടരുന്ന റേഡിയേഷൻ അഥവാ അദൃശ്യമായ വികിരണങ്ങളാണ്. ഇവ വർഷങ്ങളോളം മണ്ണിലും വെള്ളത്തിലും വായുവിലും നിലനിൽക്കുകയും മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിച്ച് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്കും വരുംതലമുറകളിലെ ജനിതക വൈകല്യങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ 1945 ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് ഈ ആയുധം ആദ്യമായി പ്രയോഗിക്കപ്പെട്ടത്. അന്നുണ്ടായ ആൾനാശവും പ്രകൃതിക്കുണ്ടായ ആഘാതവും ലോകത്തിന് ഒരു വലിയ പാഠമായിരുന്നു. ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളുടെയും പക്കൽ അണുബോംബുകൾ ഉണ്ടെങ്കിലും അവയുടെ ഉപയോഗം ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ് വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശാസ്ത്രത്തിന്റെ കരുത്ത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് എത്രത്തോളം ഭീകരമാകാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അണുബോംബ്.